السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد. സ്റ്റേജിലിരിക്കുന്ന നേതാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളുടെ സമുദായത്തിലെ എന്ന പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് SKS സംഘടിപ്പിച്ചു വരുന്ന മേഖല സമ്മേളനങ്ങളുടെ ഭാഗമായി തോക്കിപ്പറന്ന മേഖലയുടെ ഐതിഹാസികമായ റാലി മനോഹരിച്ച സമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത്. ഇരിക്കുന്ന നിങ്ങളൊക്കെ വളരെ സന്തോഷപൂർവ്വം ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അഭിനന്ദനായ അഷ്റഫ് അലി കണ്ണാടിപ്പുറമിന്റെ പ്രഭാഷണമാണെന്ന് എല്ലാവർക്കും അറിയാം. മുടിയുമായി ബന്ധപ്പെട്ട് സമൂഹത്തെ ചൂഷണം ചെയ്യാൻ ചില ആളുകൾ കടന്നു വന്നപ്പോൾ അവരെ കൊല്ലിപ്പിടിക്കുകയും ഇത് അപകടമാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അവസാനം ജനങ്ങൾക്കിടയിൽ ആളുകളെ കളിയാക്കാനും പരിഹസിക്കാനും ചില കിതാബുകളുടെ ഉത്തരവുകൾ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് കിതാബ് തിരിയുമോ എന്ന് ചോദിച്ചപ്പോ അവർക്കിടയിൽ ഏറ്റവും വലിയ മായാജാലവും അതേപ്രകാരം കോപ്പറേറ്റീവും കളിച്ചുകൊണ്ടിരിക്കുന്ന പേരോടിന് അറബിയിലെ 1 മുതലുള്ള അക്കം പഠിപ്പിച്ച ഭിന്നനായ അഷ്റഫയിലാണ് ഇരിക്കുന്നത്. അവയെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിന്റെ മുമ്പ് സുദീർഘമായ ഒരു പ്രഭാഷണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എനിക്കെന്റെ ശബ്ദം വെക്കുന്ന സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, സമസ്തകളുടെ ജുമയ്യത്തുൽ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്ത് ലോകത്ത് കാണിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ തനിമയാർന്ന മുഖം നമ്മുടെ രാജ്യത്ത് നിലനിർത്താനാണ്. അതിന്റെ കടക്ക് കോടാലുകാൻ ആര് കടന്നു വന്നപ്പോഴേക്കും അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ദൌത്യം മാത്രമാണ് നിഷ്കളങ്കരായ മഹാന്മാരായ സമസ്തയുടെ ആലിമ്യങ്ങൾ അന്നും ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതികമായി യാതൊരു കാര്യലാഭങ്ങളും ആഗ്രഹിക്കാതെ, ഭൗതികമായി മറ്റൊന്നും ചിന്തിക്കാതെ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന ചിന്തയല്ലാതെ സമസ്ത കേരള ജുമയ്യത്തുൽ ഉലമയുടെ കഴിഞ്ഞുപോയ നേതാക്കൾക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഇന്ന് പകൽ വെളിച്ചം പോലെ നമുക്ക് ബോധ്യമായിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തെ സമസ്ത എന്നൊരു സംഘടന തന്നെ ആവശ്യമില്ലായിരുന്നു. കാരണം പ്രവാചകരിൽ നിന്ന് നേരിട്ട് മതം പഠിച്ച മഹാന്മാരായ സ്വഹാബത്തിൽ നിന്നുകൊണ്ട് നേരിട്ട് ദീൻ പകർത്തിയ താബികളും താബികളിലൂടെ പരമ്പരാഗതമായി കടന്നുവന്ന ദീൻ നിലനിൽക്കുന്ന കേരളക്കരയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോ SKS വിദ്യാർത്ഥി സംഘടനകളോ ആവശ്യമില്ലായിരുന്നു. 21 കാലഘട്ടങ്ങളിലാണ് സമൂഹത്തിന്റെ മുമ്പിൽ അപകടകരമായ ചിന്താധാര കന്നുവരുന്നത്. നാളിതുവരെ ജീവിച്ച ആദർശങ്ങളും ആശയങ്ങളും വിദേഹത്തും ശിർക്കുമാണെന്ന് ചിത്രീകരിച്ച് മുമ്പ് പ്രസവിച്ച മാതാവ് മരിച്ചാൽ ആ മാതാവിനെ കൊണ്ടുപോയി കൊണ്ടിട്ട് തിരിച്ചുപോരുന്ന നീചവും നികൃഷ്ടമായ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ മുത്തൻവാദികൾ കടന്നു വന്ന കാലഘട്ടം. സ്വന്തം പിതാവ് മരിച്ചാൽ ആ പിതാവിന്റെ മുമ്പിൽ നിന്നൊരു യാസീനതാൻ പോലും അനുവദിക്കാത്ത വിധം ധിക്കാരികളും അഹങ്കാരികളുമായി തലമുറ മാറ്റിയെടുക്കാൻ പുത്തൻ ചിന്താഗതിക്കായി കടന്നു വന്നപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാന്മാരായ സ്വഹാബത്തും താബികളും കാണിച്ച ആ ഇസ്ലാമിന്റെ തനിമയാർന്ന മുഖം ഇവിടെ നിലനിൽക്കണമെന്ന് കരുതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാർ കഠിനാധ്വാനം ചെയ്ത് പ്രയാസപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളർത്തിയെടുത്തത് 85 വർഷം സമസ്തയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ലവരായ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ ചിന്തിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയുന്നത് സമൂഹത്തിന്റെ ദീനിയായ ബോധം എന്നതല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഭൗതികമായി സമ്പാദിക്കാനൊന്നും ശ്രമിച്ചില്ല. അതിനിടയ്ക്ക് സമസ്തക്ക് ഒരുപാട് ശത്രുക്കളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാമതായി മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നപ്പോ സമസ്തയുടെ മഹാന്മാരായ ആലിമ്യങ്ങൾ പറഞ്ഞത് ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ കടക്ക് കൊടാലു വെക്കാനുള്ള തന്ത്രമാണ്. കാരണം ഇവിടെ പ്രവാചകരും സ്വഹാബത്തും കാണ സത്യമായ വഴി അതിൽ നിന്ന് സമൂഹത്തെ അടർത്തിക്കൊണ്ടുപോയി മുൻഗാമികളെ മുഴുവനും മുഷിക്കാക്കുന്ന നികൃഷ്ടമായ സ്വഭാവം. എത്രത്തോളം എന്ന് പറഞ്ഞ് റൗളാ ശരീഫിന്റെ അടുത്ത് പോയി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളയുടെ അടുത്ത് പോയി യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പറയുകയും പ്രവാചകനെ നേരിട്ട് വിളിക്കുകയും ചെയ്ത മഹാനായ ഉമറുൽ ഖാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലാഹുവിനെ ഭയപ്പെട്ട് നിസ്കാരത്തിലേക്ക് എങ്ങാനും പ്രവേശിച്ചാൽ ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വന്തം വീട് കത്തിയതുപോലും അറിഞ്ഞില്ലെന്ന് മാത്രമല്ല ആ വീടിന് തീ പിടിക്കുന്നത് കണ്ട് വെള്ളമൊഴിച്ചടക്കാൻ നാട്ടുകാർ മുഴുവനും ഓടിപ്പോയി. ആ വെള്ളമണച്ച് വീടിന്റെ തീ അടർത്തിയതിനു ശേഷമാണ് ബഹുമാനപ്പെട്ടവർ നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചത്, എന്താണ് ഇവിടെ ആള് കൂടിയിരിക്കുന്നത്? ആളുകൾ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ താമസിക്കുന്ന വീടിന് തീ പിടിച്ചപ്പോ ആ തീ അണക്കാനാണ് ഒരുമിച്ച് കൂടിയത്. അതിന് മാത്രം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഞാൻ അല്ലാഹുവിന്റെ മുൻപിലാണ് നിൽക്കുന്നതെന്ന് ചിന്തിച്ച് 100% അല്ലാഹുവിൽ ഭക്തി കാണിച്ച
പരിപാലിച്ച മഹാനായ ഉമറുൽ ഖാദി ഖദ്ദസല്ലാഹു സിർറൽ അസീസ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫിൽ പോയി യാ അക്റമൽ ഉറമാ, ബഹുമാനികളിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമാനിയായ അല്ലാഹുവിന്റെ പ്രവാചകരെ എന്ന് വിളിക്കുമ്പോ ഓർമ്മത്തരത്തിൻവാദികൾ കടന്നു വന്നിട്ട് പറഞ്ഞത് ഉമറുൽ ഖാദി നരകത്തില, ഉമറുൽ ഖാദി മുസ്ലിം മുശ്രിക്ക. അതേ പ്രകാരം മുമ്പൊത്ത് മഹാനായ ഖുത്ബുൽ സമാൻ സയ്യിദ് അലവി തങ്ങളെ പോലെയുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കൾ മുഴുവനും മുശ്രിക്കാണെന്ന് പറയുമ്പോ എങ്ങനെയാണ് മുസ്ലിമിന് അനിരവധി തൂക്കം തലയുള്ള മനുഷ്യനെ അംഗീകരിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് ശുദ്ധമായ ഖുർആൻ സത്യമായ സന്ദേശം ജനങ്ങളോട് സമസ്ത പറഞ്ഞു, സത്യമായ പാതയിലേക്ക് ഞങ്ങളെ ചെറിയ അല്ലാഹ്. ഏതാ സത്യമായ പാത? അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ പാത, മഹത്തുക്കളുടെ പാത. ആ പാതയാണ് അല്ലാഹുവിന്റെ ദീൻ. ആ പാതയിൽ നിന്ന് വിഘടിച്ചു പോയതാണ് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചത്. ഇവിടെ പറഞ്ഞല്ലോ, മുജാഹിദുകൾ വിശുദ്ധമായ ഖുർആനെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചു, ഹദീസ് ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചു. അവരുടെ വായിലൂടെ വന്നത് മുഴുവൻ ഖുർആനും ഹദീസും മറ്റൊരു വിളിച്ചു പറയാൻ തുടങ്ങി. സമസ്തയുടെ നിങ്ങൾ പറഞ്ഞു, വിശുദ്ധമായ ഖുർആൻ ഇഷ്ടം പോലെ നിങ്ങൾ വ്യാഖ്യാനിക്കരുത്, ഹദീസുകൾ ഇഷ്ടം പോലെ നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. 10 ലക്ഷത്തിൽ പരം ഹദീസാണ് മഹാനായ ഇമാമു ശാഫിഈ അല്ലാഹു അൻഹു മനപാഠം പഠിച്ചിരിക്കുന്നു. ശാഫിഈ ഇമാം ഈ 10 ലക്ഷത്തോളം ഹദീസ് പഠിച്ചത് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അതേപ്രകാരം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നുമാണെങ്കിൽ അബൂ ഹനീഫത്തുൽ ബസരി റളിയല്ലാഹു അൻഹു ലക്ഷോപലക്ഷം ഹദീസ് മനപാഠമാക്കിയ മഹാനായ പണ്ഡിതനായിരുന്നെങ്കിൽ ഇന്നുള്ള ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദും ഇബ്നു മാജയും തുർമുദിയും നസായിയും വരുന്ന ലോകത്തുള്ള മുഴുവൻ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും 1 ലക്ഷം ഹദീസ് തികക്കാൻ കഴിവുള്ളമെന്നില്ല. അതുകൊണ്ട് ബുഖാരി മാത്രം നോക്കി, മുസ്ലിം മാത്രം നോക്കി, ഏതെങ്കിലും ഒരു ഹദീസിന്റെ ഉള്ളിൽ നിന്ന് കാണുന്ന ഒരു ഹദീസിന്റെ കഷ്ണം മാത്രം നോക്കി 10 ലക്ഷത്തോളം വരുന്ന ഹദീസുകൾ പഠിച്ച 7ാമത്തെ വയസ്സിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആൻ മനപാഠമാണ്. അതേ പ്രകാരം 10ാമത്തെ വയസ്സിൽ ഹദീസ് മനപാഠമാണ്. 15ാമത്തെ വയസ്സിൽ ഖാദിയായിരുന്ന മഹാനായ ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പാഠ ഞങ്ങൾക്ക് ശരിയല്ല, ഞങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അഹിതകാരാണെന്ന് പറയുന്നത് വിഡിത്തമാണ്, അപകടമാണ്. മഹാന്മാരെ മുഴുവൻ വലിച്ചെറിയുന്ന ഈ വിഷ്ഠായ സ്വഭാവത്തിലേക്ക് എന്റെ ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ പോകരുതെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം എവിടെയെത്തി? ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം എവിടെയെത്തി? 8 വിഭാഗമായി പിളർന്ന് ഇനിയും പിളറുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും എന്താ പറയുന്നത്? മുഴുവൻ വിഭാഗക്കാരും പറയുന്നത് ഖുർആൻ എന്താണ് ശരി, ഹദീസ് ഞങ്ങൾ കണ്ടതാണ് ശരി. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറയുന്നു ഇത് സംഭവിക്കുന്നത് തന്നെയാണ്. കാരണം ഖുർആൻ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചാൽ, ഹദീസിനെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചാൽ ഓരോരോ മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചല്ലേ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയൂ. ശാസ്ത്രം പോലും അടിക്കടിക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ശാസ്ത്രത്തിന്റെ നിർവചനം പണ്ഡിതന്മാർ പറഞ്ഞത് മനുഷ്യന്റെ കഴിവനുസരിച്ച് കാര്യങ്ങൾ കണ്ടുക എന്നതാണ് മനുഷ്യന്റെ ബുദ്ധിയെങ്കിൽ ആ മനുഷ്യന്റെ ബുദ്ധി അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഖുർആൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ അപകടത്തിൽ ചാടും, ഹദീസിൽ നിങ്ങൾ കണ്ടതുപോലെ അർത്ഥം വെച്ചാൽ അപകടത്തിൽ നിന്ന് ചാടും. അള്ളാഹുവിന്റെ ദീന് വെച്ച വറവും തഖ്വയുമുള്ള റസൂലുകളായ മഹാന്മാർ എന്നാണ് സമൂഹത്തെ ബോധപ്പെടുത്തിയത്. ആ വഴിയിലേക്ക് വരണമെന്ന് അല്ലാഹു സുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞപ്പോ സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം പരസ്പരം തമ്മിലടിച്ച് വേദനായ തങ്ങളവകൾ വന്നുകൊണ്ടിരിക്കുക. അടുത്ത് സമയത്ത് എത്തും എന്ന് സംഘാടകർക്കൊണ്ട് ബഹുമാനപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പറഞ്ഞു വരുന്നത് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആ സന്ദേശത്തെയാണ് ലോകം മുഴുവൻ ഏറ്റെടുക്കുന്നത്. ആ വഴിയിലൂടെ പോയാൽ തമ്മിലെടുക്കേണ്ടതോ ഗ്രഹിക്കേണ്ടതോ ഇല്ല എന്ന് പരസ്പരം ശിർക്കാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സക്കരിയ സ്വലാഹിയെ പുറത്താക്കി ഒരുപാട് ആളുകൾ ജിന്നും ശൈത്താനും ഒരു മൂർത്തിയുമൊക്കെയായി പരസ്പരം കലഹിച്ച് മുജാഹിദിന്റെ ആവശ്യം എന്തിയെന്ന് പോലും അറിയാത്ത വിധം പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മുജാഹിദ് സുഹൃത്തുക്കളുമുണ്ടെങ്കിൽ സ്നേഹത്തോടെ പ്രവർത്തകനാക്കി സമ്മേളനത്തിൽ സ്നേഹത്തോടെ ആവശ്യപ്പെടാനുള്ളത് വിശുദ്ധമായ ഖുർആനും ഹദീസും തോന്നിയതുപോലെ വ്യാഖ്യാനിച്ച് നിങ്ങളെ നേതാക്കൾ അപകടത്തിലേക്ക് കൊണ്ടുപോയതാണ്. നിങ്ങൾ ഈ അപകടത്തിൽ ചെന്ന് ചാടാനുണ്ടായതിന് കാരണമെങ്കിൽ അപകടത്തിൽ ചാടാതെ അന്നെന്ത് പറഞ്ഞു അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു സത്യസരണിയുണ്ട് ഇവിടെ. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്തിൽ സബ്ബലത്തിലേക്ക് വേഗമായി വന്നണയാൻ
മുഴുവൻ തെറ്റിദ്ധരിച്ചു പോയ മുജാഹിദ് പ്രസ്ഥാനക്കാർക്കും കഴിയണം എന്നാണ് ഞങ്ങൾ സ്നേഹത്തോടെ സൂചിപ്പിക്കുന്നത്. അതേ പ്രകാരം ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പറഞ്ഞല്ലോ ഹുക്മത്തെ ഇലാഹിയും ഇഖാമത്തുദ്ദീനും പറഞ്ഞതെന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിലേക്ക് പോകരുതെന്നും ഗവൺമെന്റ് ഉദ്യോഗം ശിർക്കാണെന്ന് പോലും പ്രചരിച്ച ജമാഅത്തെ ഇസ്ലാം ആദർശങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തിയും മാത്രമല്ല എത്രത്തോളം ഇന്ന് രാഷ്ട്രീയക്കാരായി സ്വയം അധപ്പതിച്ച് സോൾഡാരിറ്റിയും വിവിധ സംഘടനകൾ രൂപീകരിച്ച് ഇന്നവർ രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ മഹാനായ നിഷ്കളങ്കനായ വാണിയമ്പം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അല്ലാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. മഹാനവറുകൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവരെ സൂക്ഷിക്കണം, ഇവര് സത്യത്തിൽ മതത്തിന്റെ തോലണിഞ്ഞ രാഷ്ട്രീയക്കാരാണ് എന്ന് അന്ന് മഹാനായ വാണിയും നമ്പാട്ടണമെങ്കിൽ ആ അന്നത്തെ വാക്ക് ഔലിയാക്കളാക്ക് ഇന്ന് പകൽ വെളിച്ചം പോലെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നവർക്ക് മതമില്ല, ഇന്നവർക്ക് ദീനിനോ താല്പര്യമില്ല, ഇന്നവർ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോന്തിരം ജമാഅത്തെ ഇസ്ലാമിലെ മതസംഘടനയാണെന്ന് പോലും പറയാൻ കഴിയാത്ത വിധം മതച്ചവരിൽ പോലും കൊണ്ടുപോയി വഴിയുണ്ടെന്ന് ചോദിച്ചാൽ അവര് തോന്നിയതുപോലെ ഇസ്ലാമിലും ദീനിനെയും വ്യാഖ്യാനിച്ചതെന്താണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിതരായ സുഹൃത്തുക്കളോട് ഞാനൊന്ന് പറയുന്നു, ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ പുതിയ പ്രസ്ഥാനമുണ്ട്. അതാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പുതിയ പ്രസ്ഥാനം. ദേശത്തിലും കോലത്തിലും അവർ ദീനാണ്. അതിലേക്ക് നോക്കിയാൽ ദീനിന്റെ പോപ്പലന്മാരാണ്. അവരെ കുപ്പായത്തിന്റെ വലിപ്പം നോക്കിയോ മറ്റുള്ളവർക്ക് കിടക്കാനും പുതക്കാനും അത് മതി എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് അവർക്കെന്താണ് കേട്, അവർക്കെന്താണ് പരാതി എന്ന് ചോദിക്കുന്നവരുണ്ടാകും. സത്യത്തിൽ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത് 1926 ഉത്തരേന്ത്യയിലാണ് ഇതിന്റെ പിറവി കേൾക്കുമെങ്കിൽ അത് പിന്നീട് 1950 അതിന്റെ പ്രവർത്തനം കേരളത്തിലേക്ക് കടന്നു വരുന്നത്. 1950 കേരളക്കരയിൽ തബ്ലീഗ് ജമാഅത്തും പ്രവർത്തനം ആരംഭിച്ചു. അവർ ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നത് ആളുകളെ ഞങ്ങൾ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്, ആളുകളെ ഞങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പറയുകയാണ്, കള്ള് കുടിക്കരുത് എന്ന് പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ ദീനി ഏഴത്തിന്റെ അഹലുകാരാണ്. വീട് വീടാന്തരം കയറി ഞങ്ങൾ ജനങ്ങളോട് നിസ്കരിക്കാൻ പറയുകയാണ്, വിചരിക്കുന്നവരോട് അതിലേക്ക് പോകരുതെന്ന് പറയുകയാണ്. അങ്ങനെ ഇസ്ലാമിക പ്രബോധനം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ സത്യത്തിൽ ആ തബ്ലീഗ് ജമാഅത്ത് കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ ഒരുപാട് ചെറുപ്പക്കാരും ജനങ്ങളും ഇതേക്കുറിച്ച് സംശയിക്കാൻ തുടങ്ങി. കാരണം അവർ ജനങ്ങളോട് നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ വിശ്വാസപരമായി അവരുടെ വിശ്വാസം എന്താണ്? സത്യത്തിൽ ഒരു മുജാഹിദിനോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ, ഒരു തബ്ലീഗുകാരോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ, നിങ്ങളെ വിശ്വാസം എന്താണ്? എന്ന് വിളിക്കാൻ പറ്റുമോ? അവരൊറ്റ വാക്കിൽ മറുപടി പറയും, ചർച്ചയും തർക്കത്തിലേക്കൊന്നും ഞങ്ങളില്ലാതെ തൽക്കാലം വേണ്ട. നിങ്ങളൊന്നും അപ്പുറത്തേക്ക് സിയാറത്തിന് വരുമോ? അതിലേക്കൊന്നും ഞങ്ങൾ തൽക്കാലം ആ ഭാഗത്തേക്കൊന്നും ഞങ്ങളില്ല. നിസ്കരിക്കുക, കള്ളുകൂടി ഒഴിവാക്കുക. സത്യത്തിൽ അള്ളാഹുവിന്റെ ദീന് പറയുന്നത് ആദ്യമായി ഒരു മനുഷ്യന്റെ വിശ്വാസ സംരക്ഷണമാണ്. വിശ്വാസം പച്ചാപിൻ പുറം ഭാഗമുള്ള മോദി കൊണ്ടെന്ത് പ്രവർത്തനമാണ്? എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇനല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അവരെ വിശ്വാസത്തിൽ അപകടം വരാൻ പാടില്ല. വിശ്വം പഴച്ചാ പിന്നെ നിസ്കരിച്ചിട്ട് ഫലമില്ല, പിന്നെ നോമനുഷ്ഠിച്ചിട്ട് ഫലമില്ല. അതുകൊണ്ട് വിശ്വാസ സംരക്ഷണം മുഖ്യമാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. വിശ്വാസമില്ലാതെ മുജാഹിദാണോ? മുജാഹിദാണെങ്കിൽ അങ്ങനെ ആവാ, ജമാഅത്താണോ അതും ആവാ, വേറെ ഏതെങ്കിലും പ്രസ്ഥാനാണോ അതും ആവാ. പിന്നെ എന്ത് വേണം? തബ്ലീഗ് ജമാഅത്തിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുക. ഇതിന് പഴച്ച ബീജമായ അല്ലെങ്കിൽ അപകടകരമായ ഒരു വാദമായത്. മുജാഹിദ് ആയാൽ വിരോധമില്ല, ജമാഅത്തായാലും വിരോധമില്ല, ഏത് പൗരത്ത് ഓതിയാലും വിരോധം, ഓതിയില്ലെങ്കിലും വിരോധമില്ല, കൂട്ടുപ്രാർത്ഥന ഉർജഅത്താണെന്ന് പറഞ്ഞാലും വിരോധമില്ല, പറഞ്ഞില്ലെങ്കിലും വിരോധമില്ല എന്ന് പറയുന്നത് തന്നെ സത്യത്തിന്റെ സഹോദരങ്ങളെ ഏറ്റവും വലിയൊരു മുസ്ലിമിന്റെ യഥാർത്ഥ വിശ്വാസിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരാശയമാണ്. ഈ ആശയമല്ലേ ജമാഅത്ത് നടത്തുന്നത്? ഇവരുടെ ഓരോ ഗ്രന്ഥങ്ങളും ഇവരുടെ നേതാവ് ഇല്യാസി സാഹിബ്, അവരുടെ നേതാവ് ഷഹീദ് ഇസ്മായിൽ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഷഹീദ് ഇസ്മായിൽ എന്ന് പറയുന്ന മനുഷ്യൻ, അതേ പ്രകാരം ഇദ്ദേഹത്തിന്റെ ഉസ്താദായിരിക്കുന്ന താനവിയും, അതേ പ്രകാരം അഷ്റഫി താനവിയും, അതേ കങ്കൂർ പോലെയുള്ള ഒരുപാട് ഇദ്ദേഹത്തിന്റെ ആദർശം പ്രചരിപ്പിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, അഭിനന്ദനായ ബാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ടവർ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു
അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉദ്ഘാടന ഭാഷ നിർവഹിക്കാൻ പോവുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് എന്തായാലും വിരോധമില്ലെന്ന് പറഞ്ഞ് നിസ്കരിക്കണവരാണ് ഞങ്ങളെന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ വേഷം ധരിച്ച് ഇത്തരക്കാർ മുന്നോട്ട് വന്നപ്പോഴാണ് മഹാന്മാരായ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിഷ്കളങ്കരായ സമസ്തയുടെ ആലിമീങ്ങൾ അതേക്കുറിച്ച് പഠിക്കേണ്ടി വന്നത്. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 965 ഇതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ച് 5 അംഗ സമിതിയെ അന്നത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ 5 അംഗ സമിതിയെ തബ്ലീഗിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവരധികാരപ്പെടുത്തി. മഹാനായ കൊട്ടുമല ഉസ്താദ്, അല്ലാഹു ആഖിറം വിശമാക്കി കൊടുക്കട്ടെ, വിശ്വരിയുടെ അത്ഭുതമായ മഹാനായ കൊട്ടുമല ഉസ്താദ്, നിഷ്കളങ്കതയുടെ പ്രതീകമായ കൊട്ടുമല ഉസ്താദിനെ പോലെയുള്ള മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സമസ്തയിൽ അംഗമായിരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, നമുക്കറിയാം ശംസുൽ മഹാനായ നവ്വറല്ലാഹു മർക്കദ തുടങ്ങുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതം വഫാത്തിന് ശേഷം എതിരാളികൾ പോലും വിദാത്തുകാർ പോലും സമ്മതിച്ചില്ലേ. ജീവിതത്തിൽ ഒരു ഇക്റാഹത്ത് പോലും ചെയ്യാത്തവരായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള വിശുദ്ധരായ ആലിമീങ്ങൾ ഈ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിച്ച് ഇവരുടെ ഓരോരോ ഗ്രന്ഥങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് അവസാനം മുജാഹിദുകളും ജമാഅത്തുകാരും ലോകത്ത് എന്തൊക്കെയാണോ പ്രചരിപ്പിക്കുന്നത് അത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു അവരുടെ ഗ്രന്ഥങ്ങളിൽ. അതുകൊണ്ട് ആദ്യം നിസ്കാരത്തിന്റെയും പള്ളികളിൽ നിന്ന് രക്ഷപ്പെടലേക്ക് കാര്യം പറഞ്ഞ് മെല്ലെ മെല്ലെ വിശ്വാസപരമായി വഹാബിയ സംസ്കാരത്തിലേക്ക് പോകാനുള്ള ഒരു റൂട്ടുണ്ടാക്കുകയാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന യാഥാർത്ഥ്യം സമസ്തയുടെ ആലിമീങ്ങൾ തിരിച്ചറിയുകയും വളരെ വ്യക്തമായി 1665 മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ അധ്യക്ഷതയിൽ ചേർന്ന ആ യോഗത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിലേക്ക് അടുക്കരുതെന്നും അത് മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള ഒരു വിദഈ ചിന്താഗതി തന്നെയാണ് എന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദും ശംസുൽമയും കൊട്ടുമല ഉസ്താദും ജീവിതത്തിൽ ഒരു കറാറത്ത് പോലും ചെയ്യാത്ത, തന്റെ വലത് ഭാഗത്തേക്ക് തുപ്പാൻ കഴിയാറ് ഇടത് ഭാഗത്തേക്ക് തുപ്പാൻ കസേര ചെരിച്ചിട്ട് കൊടുത്തു എന്ന് നാം പറയുന്ന അത്രയും വലിയ സൂക്ഷ്മശാലിയായ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ തീരുമാനമെടുക്കുമ്പോ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് സുഹൃത്തുക്കളോട് അതിന്റെ അക്ഷപാത്രങ്ങൾ ഓരോന്നോരോന്ന് പരിശോധിക്കാൻ ഇപ്പൊ സമയമില്ല. അവിടെ ഗ്രന്ഥങ്ങളിൽ മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകരും സ്വഹാബത്തുമായി ബന്ധപ്പെട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തെ മുഴുവനും എതിർത്ത് യഥാർത്ഥ മുഅ്മിനീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കുന്ന പ്രവർത്തനങ്ങളാണ് തബ്ലീഗ് ജമാഅത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ അപകടകരമായ ചിന്താധാരയിലേക്ക് നമ്മൾ പോകാതെ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയുന്നത്, ഏത് വേഷത്തിലും കോലത്തിലും ശൈലിയിൽ ആളുകൾ വന്നാലും സമസ്തയുടെ ആലിമീങ്ങൾ നമ്മോട് എന്ത് പറയുന്നു അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അവർ നമ്മളെ വഞ്ചിക്കില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മുടിയുമായി ബന്ധപ്പെട്ട് ഞാൻ അതിലേക്ക് വിശദമായി ചർച്ച ചെയ്യുകയല്ല. മുടിയുമായി ബന്ധപ്പെട്ട് പൂക്കിപ്പറമ്പാണല്ലോ ഇവർ മുഖാമുഖം നടന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ രസകരമായ ഒരു മുഖാമുഖം, ഒരു തരത്തിലൊരു കോമാളിത്തരം ഒരു നാടകം ഇവിടെ അരങ്ങേറി നിങ്ങൾ ഓർമ്മയുണ്ടാകും. സത്യത്തിൽ ആരായിരുന്നു നാടകത്തിന്റെ നേതാവ്? ആ നാടകത്തിന്റെ നേതാവ് ആരായിരുന്നു? ഒതുക്കുന്നതിനുള്ള ഒരു അഹ്സനിയായിരുന്നെങ്കിൽ ആ അഹ്സനീത അധികം താമസിയാതെ ഞാനിതുവരെ പറഞ്ഞത് മുഴുവനും തെറ്റാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും വിധമുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവര് പോലും അവരെ എതിർത്ത് കഴിഞ്ഞു. എന്താ എതിർക്കാൻ കാരണം? അഹ്സനെ എതിർക്കാൻ കാരണം എന്താണ്? ഏത് പറഞ്ഞോട്ട് കുറച്ച് നോണപോയത് സംശയം മൂപ്പർക്ക് തോന്നി. അപ്പൊ ഇവര് പാസാക്കുന്ന അയാളും വേണ്ട. പൊന്മളക്ക് തോന്നുമ്പോ പൊന്മളനെ ഒഴിവാക്കിയ സത്യത്തിൽ അത് നമ്മൾ സംഘടന കക്ഷിയോ മറ്റതവിടെ നിൽക്കട്ടെ. അതേപ്രകാരം ജനങ്ങൾക്കിടയിൽ വളരെ സ്നേഹത്തോടെ കാന്തപുരത്ത് അനുകൂലിച്ച് പ്രസംഗിച്ച ഒരാളുണ്ടല്ലോ, ഹുദുബിയതി എന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി വിളിച്ചപ്പോൾ ഉത്തരവ് കൈയുടിക്കാൻ വന്നില്ല, ഇയാൾ കൈയുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ആവേശമുണ്ടാക്കിയിരുന്നവരാണ്. അയാളും അവിടെ പോയി അന്ന് മുടിക്ക് വേണ്ടി കോപ്പരാട്ട് തരം കളിച്ച് സുന്നത്ത് ജമാഅത്തിനെയും സമസ്തയും കളിയാക്കിയവർ മുഴുവനും സത്യം ബോധ്യപ്പെട്ട് ഈ
ഈ വഞ്ചനയുടെ പാർട്ടിയിൽ ഞങ്ങളില്ലെന്ന് ബോധ്യപ്പെട്ട് അവരൊക്കെ ആ പാർട്ടിയിൽ നിന്ന് മാറിയ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സംഘടിപ്പിച്ച വല്ല സുഹൃത്തുക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഏതെങ്കിലും ആളുകളുടെ വഞ്ചനയിൽപ്പെടാതെ നേരോടാതിവർഗങ്ങളുടെ വഞ്ചനയിൽപ്പെട്ടുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകാതെ സുന്നത്ത് ജമാഅത്തിന്റെ സാധ്യത തീരത്തേക്ക് കടക്കാനും അവിടുത്തെ കേരള ജംഇയ്യത്ത് വിഭാവനം ചെയ്യുന്ന ആദർശത്തിൽ ധീരമായി മുന്നോട്ട് നീങ്ങാനും അത്തരം ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും എസ്എസ്എഫിന്റെ പ്രവർത്തകരോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ തയ്യാറാവണമെന്നും നിങ്ങളെ നേതാക്കൾ പണത്തിന് വേണ്ടി നിങ്ങളെ കളിയാക്കാനും നിങ്ങളെ വഞ്ചിക്കാൻ മുന്നോട്ട് വരുന്നവരാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇനിയും വിരോധവും വൈരാഗ്യവും മർക്കടമുഷ്ടിയും ഈ വിരോധമൊക്കെ മാത്രം മനസ്സിൽ വെച്ച് നടക്കാതെ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാവുക. തക്ബീർ ചെല്ലുന്നതിന്റെ മുമ്പ് ഇയാൾ പറയുന്നത് വെറും ബദായിയാണോ അല്ലേ എന്നൊന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു വരണമെന്നാണ് എന്നീതമായി എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് മുഴുവനും തൗഫീഖ് നൽകട്ടെ. മുഴുവൻ ആളുകളെയും അല്ലാഹു മഹാനായ ജനറൽ മച്ചറുശ്ശേരി ഉസ്താദിന്റെയും മഹാനായ ശൈഖുന ബഹുമാനപ്പെട്ട കോയക്കൂർ ഉസ്താദിന്റെയും മഹാനായ പാലക്കാട് സയ്യിദന്മാരും കാണിക്കുന്ന സത്യമായ പന്താവിലൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് ഗമിക്കാൻ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ പാലക്കാട് സയ്യിദ് റഷീദ് അലി ഷാബത്തുകൾ നമ്മുടെ ആത്മാഭിമാനം പാലക്കാട് സയ്യിദന്മാരാണ്.